നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ തെരഞ്ഞെടുപ്പിൽ അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡല പ്രസിഡന്റോടെ ഇക്ബാൽ മാസ്റ്റർ വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ, കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു. പിന്നീട് ഒരുമിച്ച് UDFന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള ഞാനെൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് ഇവിടെ കുടപ്പനക്കുന്ന് ഞങ്ങൾ ഹജ്ജിന് പോയതായിരുന്നു. ഫോണിലൂടെ ആദ്യം എനിക്ക് അനുഗ്രഹം ചുരുക്കിക്കൊണ്ടാണ് ഹജ്ജിന് പോയത്. മാത്രമല്ല ഹജ്ജ് കഴിഞ്ഞ് നേരെ 4 മണിക്കുകളൊക്കെ എത്തിയിട്ട് നേരെ നിലമ്പൂരേക്കാണ് വന്നത്. ഹജ്ജ് കഴിഞ്ഞ് വന്ന് നേരെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നേരെ ഞങ്ങൾ നിലമ്പൂര് വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതിന് നേതൃത്വം അതിനുള്ള ഉപദേശങ്ങൾ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതുപോലെ തന്നെ എപ്പോഴും നമുക്കറിയാം UDFൽ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലവും എനിക്ക് പണ്ടൊക്കെ പറയാറുണ്ട്. പിന്നെ മാണി സാറ്, കുഞ്ഞാലി സാഹിബ്, ഉമ്മൻചാണ്ടി. അതേപോലെ തന്നെ മലപ്പുറത്ത് എനിക്ക് മിസ് ചെയ്യുന്നത് മലപ്പുറത്ത് എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കൂടി തീരുന്ന ഒരു കാലമുണ്ട്. കുഞ്ഞാക്കയില്ല, ആ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാക്ക ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടുകൂടിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഇത്രമാത്രം എന്താ പറയുക, ഒരു ചെറിയൊരു ലൂപ്പുകൾ പോലും ഉണ്ടാകാൻ പാടില്ല. എല്ലാം ഓട്ടയടച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത്. അതിന് UDF അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന വാസ്തവത്തിൽ എന്തൊക്കെയായാലും അതിനും കൂടി വേണ്ടിയാണ് എല്ലാവരും ഇന്ത്യ അവിടെ ഈസിയായി നേടൂ വള്ളുവനാട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.